അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ ഒരു ചെറിയ പുതിയ ഒരു വീഡിയോ ഒന്നല്ല, വേറെ ആരാണ്ടൊന്നും കട്ടെടുത്തിട്ടില്ല, സ്വന്തം ഹസ്ബൻഡിന്റെ തന്നെ ചെറിയ രീതിയിലൊന്ന് കട്ടു. ഓക്കെ, അപ്പം ആ വീഡിയോ കട്ടാനുള്ള കാരണം എന്താണെന്നറിയാം, സാബിറക്ക് കാണിച്ചു കൊടുക്കാനാണ്. സാബിറ അതിന് മാത്രം എന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് റിയാക്ഷൻ ഞാൻ ചെയ്യുകയാണെങ്കിലും ഇവള് വന്നിട്ട് ആകെ പറയുന്ന ഒരേ ഒരു വാക്കാണ്, ഒരാളെ പിടിച്ചെച്ച്, ഒരുത്തനെ പിടിച്ചെച്ച്, മറ്റൊരുത്തനെ പിടിച്ചെച്ച്, രണ്ടാമത് കിട്ടി, അങ്ങണ്ടാക്കി, ഇങ്ങണ്ടാക്കി, മറ്റേതാക്കി, മറിച്ചതാക്കി. ഇപ്പൊ പാന്റും ഷർട്ടും തൊപ്പിയും ഇട്ടിട്ട് ആടാൻ പറ്റുമെങ്കിൽ ഇത്ര ലോകത്തിന്റെ പിന്നെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഒന്ന് പിന്നെ ഗൂഗിളാണ്, രണ്ടാമത്തത് വരുന്ന യൂട്യൂബാണ്. ഇത്രയും വലിയ ലോകം കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഇവൾക്ക് ഈ രീതിയിൽ ആട്ടം ആടാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ചെങ്ങനെ കെട്ടിക്കൂടാ? വേണമെങ്കിൽ അവളെ പൂതി തീരുന്നവരെ അവൾക്ക് വേറൊരാളെ കെട്ടിക്കോട്ടെ, ഒന്നിനെ കൊണ്ട് പൂതി തീരുന്നില്ലെങ്കിൽ. നമുക്ക് അങ്ങനല്ല, അള്ളാഹു വിളിച്ചത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത്തത് കല്യാണം കഴിക്കുന്നത്. അത് അള്ളാഹു നിയോഗിച്ചത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒന്നും കണ്ണനെ പിന്നാലെ കയറി അടക്കുക, എന്നിട്ട് നമ്മൾ അതിൽ ഒതുങ്ങിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ ഇപ്പൊ എനിക്ക് എന്റെ ഇതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വേഷം കിട്ടാം, പക്ഷെ എനിക്കിഷ്ടമല്ല, എന്റെ ഭർത്താവിനും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിലും മൂപ്പര് ഇന്നിങ്ങനെ അയച്ചു വിടില്ലല്ലോ. ഇത് ഇവിടെ അയച്ചു വിട്ടിരിക്കല്ലേ, ഏത് ലെവലിൽ എങ്ങനെ ജിന്തും കാട്ടിക്കോ, നമുക്ക് പൈസ എത്തിച്ച് വന്നാൽ മതി, തിരിഞ്ഞു പോയിക്കോ. പിന്നെ കാണുന്നവർക്ക് എന്താ കുറച്ച് ഏജ് ഉണ്ടെന്ന് തോന്നും, പക്ഷെ മൂപ്പത്തേർക്ക് 17 മധുര 17 മുപ്പത്തേര് നിൽക്കുന്നത്. അപ്പം ഈ ഏജ് ഉണ്ടെന്ന് തോന്നുമ്പോൾ ആൾക്കാർ വിചാരിക്കാം ആ പ്രായമുള്ളതല്ല, എന്തെങ്കിലും കാട്ടിക്കോട്ടെ പോട്ടെ എന്ന് വിടും. പക്ഷെ ഈ സ്ത്രീക്ക് അത് തോന്നുന്നില്ല. അപ്പം അവൾക്ക് സാബ്രാക്ക് ഞാൻ പറയണം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അത് സാബ്രാക്ക് അല്ലാതെ ഏറ്റിട്ടില്ല. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഇക്കാക്ക് തോന്നിയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആ രീതിക്കനുസരിച്ച് കിട്ടുകയാണെങ്കിൽ ഞാൻ അന്നെടുത്ത് റിയാക്ട് ചെയ്യൂ എന്നുള്ള എന്റെ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ്. എന്തായാലും അത് ഏറ്റവും ചെയ്തിക്കണ്. ഇവിടെ മറുപടി ഇതുവരെ വന്നിട്ടില്ല, നിമിഷം വരെ വന്നിട്ടില്ല. അപ്പം എല്ലാവർക്കും അത് എന്താ പറയാ, നല്ലൊരു മറുപടിയെ തോന്നിയിട്ടുണ്ട്, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിലെ കുറച്ച് കാര്യങ്ങൾ എന്റെ ചാനലിലുള്ള എന്റെ ഫ്രണ്ട്സിനും കൂടെ വിടുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം, കൂടെ സാബിനെ ഒന്ന് കാണാം. ഈ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ അണക്കുള്ള സംഭവം, ഞങ്ങൾക്ക് ഈ ആരുമല്ല, ഞങ്ങൾക്ക് ഈ വേറൊരു സാബി വല്യമ്മന്നുള്ളൂ, അത്ര മതി, അത് മതി, അതിനുള്ള അതിനെ ഉള്ളത്. പിന്നെ ഇജ്ജ് പറയുന്നുണ്ട് ആരിഫ ഓനെ പിടിച്ചു, ആരിഫാനെ പിടിച്ചു, ആരിഫാന്റെ തൊലിവെളുപ്പ് കണ്ട് പിന്നെ ഓന്റെ ആദ്യത്തെ കെട്ടികളെ ഒഴിവാക്കി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പൊന്നാരന്റെ തള്ളേ, അന്റെ കുടുംബത്തിൽ ആരെയല്ലല്ലോ നാസർ ആദ്യം കെട്ടിയിട്ടുള്ളത്. നാസർ കെട്ടിയത് അന്തസ്സോട് കൂടിയിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അന്തസ്സോട് കൂടിയിട്ട് തന്നെ നാസർ നോക്കുന്നുണ്ട് അവരെ. അതിന് ഈ എന്റെ അമ്മായിയുടെ മകളെ നല്ലല്ലോ കെട്ടിക്കണം, അനക്കത്ര വലിയ നീരാവാന്. നാസർ കെട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കാനും കഴിയുന്നുള്ളതിൽ തന്നെയാണ് നാസർ രണ്ടാമത് പിന്നെയും കെട്ടിയിട്ടുള്ളത്. ഈ അതിന് കടന്നിട്ട് ബേജാറാകേണ്ട ആവശ്യമില്ല കേട്ടോ. അന്നെ അതിനാരും ക്ഷണിച്ചിട്ടില്ലല്ലോ. ഇനി ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഇന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്റെ പിന്നാലെ വെറുതെ വണ്ടി വിളിച്ചിട്ട് വരാൻ നിൽക്കണ്ട, ഇന്റെ പിന്നാലെ നടക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എന്റെ പണി ഇന്റെ പണി. ഇജ് നാർച്ചിച്ചോറിന് പോയിട്ട് തല്ലിട്ടീന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മോങ്ങേന്, ഈ എന്നെ വെളുപ്പിച്ചതിന് ഞാൻ പറഞ്ഞതിന് എന്താ എന്റെ പ്രശ്നം എന്താണ്? ഈ എന്തിനാ കിടന്നിട്ട് ഇങ്ങനെ മോങ്ങണത്, പിന്നെ കിടന്നിട്ട് ഇതിൽ വന്നിട്ട് ഇങ്ങനെ മെഴുകണുണ്ടല്ലോ. അനക്ക് തല്ല് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റും. ഇജ്ജ് പറയുന്നുണ്ട് വരി എത്ര നീളം നോക്കാൻ വേണ്ടി പോയതാ. വരി നീളം നോക്കാൻ വേണ്ടി പോയതല്ല, ഇജ്ജ് സാബിയാണ് എന്നുള്ള ഒരു ഹുങ്കിൽ അവിടെ പോയതാണ്, അതിനക്ക് തല്ലിട്ടിയതാണ്. അത്ര മതി, അതിന്റെ കൂടുതൽ വെളുപ്പിക്കണ്ട. അതിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കമന്റ് ഞാനിത് അതിലിട്ടരാ, ഇത് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടോക്കി. ഇത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫുള്ള് റോങ് തന്നെയാണ്. ഒരാൾ പോലെ വല്ല പറഞ്ഞിട്ടില്ല. അന്റെ ഒരു കമന്റ് ഉണ്ട്, ഒരു സെക്കൻഡ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് അതിൽ വന്നിട്ട്. വേറെ ഏതാണ് അതിൽ വന്നിട്ടുള്ളത്? അന്റെ വീഡിയോ ഞാൻ 3-4 വീഡിയോ ഞാൻ എന്റെ ചെയ്തിട്ടുണ്ട്. ആ 3-4 വീഡിയോസിൽ ഞാൻ ചെയ്തതിൽ 1000 ചില്ലറോളം കമന്റ് വന്നിട്ടുണ്ട്. ഒരെണ്ണടി നല്ലതുണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയൊക്കെ ചെയ്ത് ഉണ്ടോ? എല്ലാതും എന്നെ താറടിച്ച് കാണിച്ചിട്ട് തന്നെ അനക്ക് മാനസികാണെന്നുള്ളത് അത് എല്ലാവർക്കും അറിയാം. അനക്ക് മൊത്തം മൊരം മാനസികാണെന്നുള്ളത്. പിന്നെ വേറൊരു വേർഡ് വിളിച്ചിട്ടുണ്ട്, മണിഗുണാഞ്ചെന്ന് പറഞ്ഞിട്ട്. അത് ഏറ്റവും മാച്ച് ആവുക ഞാനെന്ന് പറഞ്ഞ ചെറുതാണ്, എനിക്ക് ഇത്ര ഉള്ളു, 10-40 ചില്ലറ വയസ്സായിട്ടുള്ളൂ. അനക്കതല്ല, അന്റെ കെട്ടിയോനെ അപ്പൊ അതിൽക്കും മൂത്തതേക്കാരം അന്റെ കെട്ടിയോനെ. അപ്പൊ അന്നെ ഈ ലെവലിക്ക് ചാടിത്തുള്ള മുടണുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കെട്ടിയോനാണ് അതിലും വലിയ മണിഗുണാഞ്ച് കേട്ടോ. അത് ജാതി മനസ്സിലാക്ക്. പിന്നെ ജോനെ വിളിക്കണ പേര് ഇന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോ ഫുള്ള് ഞാൻ വെക്കും, കാരണം എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഇവളോട് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല, മനസ്സിലായില്ലേ? അതായത് ഇനി ഇവളെ വിളിച്ചിട്ടുള്ള ആ വിളി ഉണ്ടല്ലോ, അതെനിക്ക് വലിയ രസിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വർത്തമാനം പറഞ്ഞത്. ഞാൻ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇവളെ ഈ രീതിയില് പബ്ലിക്കിന്റെ മുന്നിൽ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമില് ഉടുതുണില്ലാതെ വേഷം കെട്ടിയിട്ട് നടക്കാന്ന് പറഞ്ഞ മാതിരിയുള്ള വേഷം കെട്ടിയിട്ട് ആടാനും ചാടാനും ഞാൻ ഓരോ സീൻ ഇതിൽ വെച്ചുതരാം, അതൊക്കെ ഞാൻ വെച്ചുതരാം. ഇതൊക്കെ കാട്ടിക്കൂട്ടാന് വിടുന്ന ഒരു ഭർത്താവ്. ഇവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ശരീരത്തോട് മാത്രമല്ല ചെയ്തിട്ടുള്ളൂന്ന്.
ശരീരത്തോട് മാത്രമല്ല, നീ നിന്റെ ഭർത്താവിനോടും കൂടെ ചെയ്തിട്ടുണ്ട്. നിന്റെ ഭർത്താവാണ് നാളെ മത്സരയിലായാലും നാളെ നരകത്തിലായാലും കൂടുതൽ പോവുക. കാരണം അവനാണ് അതിന്റെ എല്ലാ ശിക്ഷയും കൂടുതലായി കിട്ടുന്നത്. നീ അവിടെ നിന്ന് അപ്പോഴും കൈ കഴുകുക. എന്തെന്നാ നിങ്ങൾ അപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ലേനല്ലോ മനുഷ്യ. അതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്തായിരുന്നല്ലോ. ഇപ്പൊ മാതാപിതാക്കള് മക്കളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മക്കളെ ശിക്ഷിക്കുന്നതിന് പകരം മാതാപിതാക്കൾക്ക് ആ ശിക്ഷ കൊടുക്കുക. എന്നല്ല റബ്ബെ നീ ശിക്ഷിക്കേണ്ട, എന്റെ മാതാപിതാക്കളെ ശിക്ഷിക്കൂ. അവരാണ് എന്നെ ഇതിലേക്ക് ആക്കിയത്. ഇപ്പൊ മറ്റുള്ള കേസുകളൊക്കെ ഇപ്പൊ ചെക്കൻ പറഞ്ഞ മാതിരി ഞാനല്ല അതിന് ഉത്തരവാദി, എന്റെ മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദി. പ്രേരിപ്പിച്ചത് അവരാണ്. ഇത് ജയിലിൽ പറയുന്ന മാതിരി തന്നെയാണ് ഇത്, അല്ലെങ്കിൽ കോടതി പറയുന്ന മാതിരി തന്നെ റബ്ബിന്റെ കോടതിയിലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ എന്റെ ശരീരം മാത്രമല്ല, അതൊന്ന് കേൾക്കുക. ആദ്യം ഒന്ന് കേൾക്കുക. സാധാരണ ഭർത്താവ് കേൾക്കുക. കാരണം അയാൾക്ക് പറ്റില്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും സെല്ലിൽ കൊണ്ടുപോയി അടച്ചിട ഈ സാധനത്തിന്. ബാക്കി ഞാൻ പറയുന്നില്ല, ഞാൻ ഇക്കാര്യം വീഡിയോ തന്നെ വെച്ചുതരാം. കാരണം അത്ര ഉണ്ട്, എനിക്കത് തോന്നി. തക്കതായ മറുപടി തന്നെയാണ് ഈ പിന്നെ എന്താണ് ഇവിടെ പേര് ഞാൻ പല പേരും വിളിക്കും. തവള ഡാൻസുകാരി ഇവൾക്ക് പിന്നെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ പലതും ഉണ്ടാച്ചു. പറയുന്നില്ല ഞാൻ നമ്മളെ സംസ്കാരം കൊണ്ട് അത്ര ഞാൻ വിടുന്നുള്ളൂ. ഇവളൊക്കെ ഒരു ടാബ് അടിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട്. അത് എവിടെ നിന്ന് കിട്ടിയാന്നറിയോ? ജാമിദാന്റെ അടുത്താണ്. ജാമിദ കുറെ ക്ലാസ് കൊടുത്ത് ഇവിടെ തുള്ളിച്ചിട്ട് കുരങ്ങന്റെ അരക്ക് കെട്ടിട്ടിട്ട് ആ കയറും പിടിച്ചിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. ഇവളിങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ അവിടെ എത്തുന്നുള്ള ഇവൾക്ക് അറിയില്ല. ഏതോ ടേബിൾ മേടിക്കാനൊക്കെ ഞമ്മക്കറിയാൻ കിട്ടുന്നില്ല. അത് അതിൻ്റെതായ ന്യായങ്ങൾ പോയിന്റുകൾ പറയുമ്പോ അവിടെ വെക്കണം. അല്ലാത്തതിന് പറഞ്ഞിട്ട് കളിക്കുന്നതിനൊന്നും ഈ ടേബിൾ മേടി ഒന്നും വേണമെന്നില്ല. പിന്നെ അന്റെ ദേഷ്യം എന്ന് പറഞ്ഞാല് അന്റതും സാജിദാന്റെ ഒക്കെ ഏകദേശം കോലൊന്നാണ്. എന്താ വെച്ചാല് എല്ലാം മാനസികമാണ്. ഈ മാനസികത്തിന് ഗുളികയെന്ന് വെച്ചാൽ ഈ അപാര ചൂടാണ്. ഇങ്ങനത്തെ ആൾക്കാരെ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം മരുന്ന്. എന്നാൽ തുള്ളിമരുന്ന് മാറിയിട്ടില്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുക്കുക. അതും പറ്റിയിട്ടില്ലെങ്കിൽ അടിച്ചോ, ഷോക്ക് അടിപ്പിച്ചിട്ട് എവിടേക്ക് എടുത്ത്. അല്ല ജനങ്ങൾക്ക് അസ്വസ്ഥത ആകുന്ന രീതിയിൽ പബ്ലിക്കിന്റെ സ്ഥാനത്ത് കൊണ്ട് ഇതല്ല വേണ്ടത്. മതി, ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞോളൂ. സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല നയിപ്പുണ്ട്, നല്ല നയിപ്പുള്ള പണിയാണ്. ഇന്നലെ എനിക്ക് എന്റെ ലോഡ് വരാത്തത് കാരണം ഇന്ന് എനിക്ക് കുറച്ച് ഫ്രീ ഉണ്ട്. പിന്നെ എന്റെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അത് വർക്ക്ഷോപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇന്ന് എനിക്ക് കുറച്ച് ജോലി കുറച്ച് കുറവുണ്ട്. കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാന് വണ്ടിയില്ല. അത് കാരണം ഒഴിവുണ്ട്. അത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടിയതാണ്. അപ്പൊ ഞാൻ വന്നതാണ്. എന്റെ ഇതിനൊരു മറുപടി തരണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ട് കുറെ ഇരിക്കണേ. ഒരു സമയം കിട്ടണ്ടേ? അണക്കതല്ല 24 മണിക്കൂർ ജിദ്ദില് വെച്ചെടുക്കല്ലേ. നമുക്ക് അങ്ങനെയല്ല. സംഭവക്ക് വീടിന്റെ ജപ്തിയൊക്കെ വന്നിട്ടുണ്ട്. വീടിന്റെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. വീട് ജപ്തി തന്നെയാണ്. 7 നിമിഷം പോകുന്നുള്ള ലെവലിലാണ്. അതിന് അന്റെ കയ്യും കാലും പിടിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ. അത് നാസർ കടം വരുത്തിയിട്ടുണ്ടെങ്കിൽ നാസറ വീട്ടാനും വെക്കും. നാസറിന്റെ അന്റെ ഔദാര്യം അന്റെ ഇതിനോ വേണ്ടിയിട്ടല്ല. അന്റെ വീട് ഇടുന്നതും അതിന് വേണ്ടിയിട്ടല്ല. അണക്ക് അങ്ങനെ വല്ല ധാരണ ഉണ്ടാവും. ചിലപ്പോ അങ്ങനെയൊക്കെ കാരണം ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അണക്ക് ഈ പെറ്റോർത്ത് 40 ദിവസം നിന്നിട്ട് ആ പരിപാടി നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ആ പരിപാടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേക്കാരം. അന്റെ തടി കൊണ്ട് വയ്ക്കൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ദിക്റും സലാത്തും ചൊല്ലിയിട്ട് അതിലിരുന്നാല് നടക്കാന്റെ കാര്യങ്ങൾ നടക്കുന്ന എഴുതിയിട്ടേക്കാരം അല്ലേ? ഇതിപ്പോ ഒരു പുതിയൊരു മതപ്രഭാഷണം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടല്ലേ. നാസറിനെ കണ്ടോ, ആരിഫാനെ. അനക്ക് മൊരം പ്രാന്താടി തള്ളയർക്ക്. അനക്ക് മൊരം പ്രാന്താണ്. എത്ര ഒരു ഈ യൂട്യൂബ് മുഴുവൻ നോക്കുന്ന ആളുകൾ മുഴുവൻ പറയുന്നത് അനക്ക് പ്രാന്താണെന്നുള്ളത്. എന്നിട്ടും അനക്ക് ബോധ്യം വരുന്നില്ലല്ലോ അനക്ക് പ്രാന്താണെന്നുള്ളത്. അല്ല, മാനസികമുള്ളവർക്ക് അങ്ങനെ തന്നെയാണ്. അവർക്ക് ചെയ്യുന്നതൊക്കെ അവർക്ക് ശരിയായിട്ട് തന്നെ തോന്നുന്നു. കാണുന്ന മറ്റുള്ളവർക്ക് തന്നെ തോന്നുള്ളൂ. ഈ ഭ്രാന്തികൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, മറുപടി തരേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്ക്. പക്ഷെ പിന്നെ പറഞ്ഞു പോവുകയാണ്. നമ്മളെ പിന്നെ സ്നേഹിക്കുന്ന ആളുകളും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളും നമ്മളെ ഇക്കാന്ന് വിളിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാന്നുള്ളതുള്ളൂ. നാസർ 2 കെട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന കരുതിയിട്ട് തന്നെ നാസർ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. നാസർ അതുകൊണ്ട് തന്നെ നാസർ കെട്ടിക്കണത്. എന്റെ തറവാട്ടിന് ചെലവിന് കൊടുത്തിട്ട് നോക്കാന്നൊന്നും കണ്ടിട്ടല്ല നാസർ പെണ്ണെട്ടിട്ടുള്ളത്. ഈ അതുമ്മ കടന്ന് ഊഞ്ഞാലാടണ്ട കേട്ടോ. അതുമ്മ നിർത്തിക്കളാ. അത്രയൊക്കെ മതി. ഈ എന്തും മുടിയാളെ വേണ്ടിയിട്ട് എന്റെ പിന്നെ നടക്കുന്നത്. കണക്ക് നിറച്ചിച്ചോറിന് പോയിട്ട് തല്ലിട്ടീന്ന് പറഞ്ഞത് നാട്ടുകാർ മുഴുവൻ. ഞാൻ ആ വീഡിയോ ഇട്ടതിന്റെ താഴത്തെ കമന്റിലൊന്ന് വന്ന് നോക്കിയോ. കണക്ക് പറ്റുന്നുണ്ട് എന്റെ വീഡിയോസിന്റെ കമന്റിലൊന്ന് വന്ന് നോക്ക്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓള് ബ്ലാക്ക് ജീൻസും ഓള് ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് ഓളവിടെ വന്നിട്ട് മുന്നേക്ക് മെയിനായി പോയിട്ട് തല്ല് കിട്ടിയെന്നുള്ള തന്നെ പറഞ്ഞിരിക്കണം. ഞാനും അതന്നെ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അടുത്ത് എനിക്ക് കോൾ ചെയ്ത് പറഞ്ഞു തന്ന ആളുകൾ അത് രീതിക്ക് പറഞ്ഞത് കാരണമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെതിരെ കടന്നിട്ട് ഇങ്ങനെ തുള്ളണത് കടന്നിട്ട് അനക്ക് തല്ലിട്ടിയെ പറഞ്ഞേനാ. അത് എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എന്റെ എടുത്തിട്ട് തോണ്ടാന്ന് എഴുതിയിട്ടാ. ഇത് തോണ്ടിക്കോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ നിന്റെ തറവാട്ടിൽ കയറി കളിക്കാൻ നിൽക്കണ്ട, കുടുംബത്തിൽ കയറി കളിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്നെ ആ രീതിക്കൊന്നും ഞാൻ എന്നെ സംസാരിച്ചിട്ടില്ല. ഇത് ചെയ്തത് ആദ്യം ഞാൻ എന്റെ വീഡിയോ ഇട്ടത് ഇത് ചാടി തുള്ളണത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇട്ടിക്കുന്നത്. ഈ തള്ളയുടെ വീട്ടിൽ ആരും ഇല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വിട്ടിക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചിരുന്നത് ഈ തള്ളയുടെ സോഡിയം കുറഞ്ഞിട്ടാണോ ഈ കടന്ന് ചാടുന്നതല്ല ഞാൻ ചോദിച്ചിരുന്നത്. സാധാരണ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലാണ് പിച്ചും പേയും പറിച്ചിലും പരസ്പര ബന്ധമില്ലാത്ത സംസാരങ്ങൾ വരവും കാര്യങ്ങളൊക്കെ സാധാരണ ഉണ്ടാവാറ് അങ്ങനെയാണ്. സോഡിയം കുറഞ്ഞാലാണ്. അതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഇതിനെ എന്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിൽക്കുന്നത്.
അത് എടുത്തിക്കോട്ടോ. അപ്പൊ ഇത്രയൊക്കെ മതി. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും എന്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാന് കേൾക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പൊ സമയമില്ല, ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയൊക്കെ നിങ്ങളെ കമന്റ് പ്രകാരം പോന്നോട്ടെ. അതില് എന്താ സാബിറാക്ക് ഇനി ഇതിന്റെ റിപ്ലൈ ഉണ്ടെങ്കിൽ അതും പോന്നോട്ടെ. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം വെയിറ്റ് ആൻഡ് സീ കാണാം.